അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. ഞാൻ ചോദിച്ചത് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഈ സമരം നടക്കുന്നത് ഇത്രയും സമയത്തോളം? അങ്ങനെ ഇപ്പൊ വല്ലവന്റെ ചെലവിൽ വിപ്ലവം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശംഖു, അങ്ങനെ ചോദിച്ച നിങ്ങളുടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഏകാധിപതിയുടെ വീട്ടുമുറ്റത്താണ് രാഹുൽ ഗാന്ധി ഇന്ന് വന്ന് നിന്നത്. അതായത് 21 ദിവസം നിരാഹാര സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജനറൽ സെക്രട്ടറിമാർ ആരെങ്കിലുമോ അതിന് പോയിട്ടില്ല. അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. നീറ്റ് എക്സാം ലീക്കേജുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രതികരണം നടത്തുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്ന് വെച്ചാൽ 3 ദിവസം മുമ്പ് അദ്ദേഹം ഉത്തരാഖണ്ഡിലായിരുന്നു. 6 കൂടിയാ പ്രിയ കുമാർ താഭ എന്ന് പറയുന്ന ഒരു 19കാരി ആത്മഹത്യ ചെയ്തു ഈ നീറ്റ് പേപ്പർ ലീക്കിന്റെ പ്രത്യാഘാതത്തിന്റെ പുറത്ത്. അവർ 6 മകളാ. ഐ ലവ് യു പപ്പ ആൻഡ് ഡാഡി എന്ന് 2 ലൈൻ എഴുതി വെച്ചിട്ട് ആ കുട്ടി കെട്ടിത്തൂക്കിയത് ഈ സർക്കാരിന്റെ പരാജയം കാരണം. 6 മകനാണെന്ന് അറിയാമോ? രാജേഷ് മാൾ എന്ന് പറയുന്ന കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു ദേശസ്നേഹിയുടെ, ഈ സംഘപരിവാരത്തെ പോലെ കപട ദേശസ്നേഹിയല്ല, ആത്മാർത്ഥ ദേശസ്നേഹിയായ ഒരു ജവാന്റെ ആ ഥാബയെ, ഈ റിയ കുമാർ ഥാബയുടെ പിതാവായ രാജേഷ് മാളിനെ ചേർത്ത് പിടിച്ച് 25,000 വിദ്യാർത്ഥികളുമായി റിയയുടെ നാട്ടിൽ ഉത്തരാഖണ്ഡിലായിരുന്നു രാഹുൽ. വലിയ ദാക്ഷിണ്യ ഭാഷയിൽ ശംഖു ചോദിച്ചു രാഹുൽ ഗാന്ധി എവിടെ എവിടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ നരേന്ദ്രമോദി തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും ചോദിച്ച് രാഹുൽ ഗാന്ധി സമരത്തിൽ ഇല്ല എന്ന് പറയാനാണ്. അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എവിടെ എവിടെ എന്ന് ചോദിച്ചവന്റെ വീട്ടുമുറ്റത്ത് വന്നു നിൽക്കാൻ ഒരു ഈച്ച പോലും കടക്കാത്ത സുരക്ഷ അടച്ച് നിങ്ങൾ വെച്ചിരിക്കുന്ന IB ഉദ്യോഗസ്ഥന്റെ ഒരു ചെവിയിൽ കൂടെ പോലും കടക്കാം രാജ്യത്തെ മുഴുവൻ കോൺഗ്രസിന്റെ MP മാരെയുമായിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ മുറ്റത്ത് വന്നു നിൽക്കാൻ കോൺഗ്രസിന് അറിയാമെങ്കിൽ അതിന് ഈ ശംഖുവിന്റെ ആജ്ഞാപനത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കയ്യിൽ വെച്ചു ആ പറയുന്ന മനുഷ്യനെ നിങ്ങൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ചൈനയിലൊക്കെ മുഖം കെട്ടുന്നത് പോലെയാണ്, മുഖം മറയ്ക്കുന്നത് പോലെ. എന്തിനാ ഈ മുഖം മറച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഇമോഷൻ പോലും നാളത്തെ പത്രങ്ങളിൽ വാർത്തയാവരുത് എന്ന് നിങ്ങൾക്ക് ആ സമരം ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യങ്ങളെ മുഴുവൻ വെള്ളത്തുണി കെട്ടി അങ്ങ് കബറടക്കിയേക്കാം എന്ന് കരുതിയവരുടെ കരണത്തേറ്റ അടിയാണ് ശംഖു ഇന്നത്തത്. കരണത്തേറ്റ 56 എക്സാം പേപ്പറുകളാണ് ശംഖു നിങ്ങളുടെ കാലത്ത് ലീക്ക് ചെയ്യപ്പെട്ടത്. നിങ്ങൾ 2014 നീറ്റ് തുടങ്ങിയപ്പോഴത്തെ കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ 156 പേപ്പറുകൾ രാജ്യത്ത് ലോകത്ത് ഏതെങ്കിലും സർക്കാരിന്റെ കീഴിൽ ലീക്ക് ചെയ്യപ്പെട്ടു പറഞ്ഞാലും പരിപാടി തന്നെയാണ്. പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഔദ്യോഗികമായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പറയുന്നത് 36 വിദ്യാർത്ഥികൾക്ക് കെട്ടി തൂങ്ങേണ്ടി വന്നു നരേന്ദ്രമോദി ഭരണത്തിന്റെ പിടിപ്പുകാർ. എന്നിട്ടിരുന്നു വർത്താനം പറയാണെന്ന് പറഞ്ഞ സാധനം വേണ്ടേ? വല്ലം പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ ഉറപ്പേട്ടാ? ഞാൻ ഈ യോഗത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.